എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് യുകെയിലെ പണപ്പെരുപ്പം, യുകെയിലെ ഇൻഫ്ലേഷൻ. അപ്പോൾ അത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഒരു ആവറേജ് പ്രൈസിൻ്റെ ഒരു 12 മാസത്തെ ഒരു കാലയളവിൽ, ഒരു ഒക്ടോബർ വരെയുള്ള കാലയളവിൽ എന്ത് മാറ്റങ്ങളാണ്, എത്ര ശതമാനം മാറ്റങ്ങളാണ് ഓരോ വസ്തുവിലും ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായി വരുന്നത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് റിക്രിയേഷൻ, പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് അതർ റിക്രിയേഷണൽ ഐറ്റംസ്, പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇതിലൊക്കെ എത്ര ശതമാനം മാറ്റങ്ങളാണ് ഈ ഇൻഫ്ലേഷൻ കൊണ്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത് ഡ്രിങ്ക്സ്, അഞ്ചാമതായിട്ടുള്ളത് ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് അതർ ഫ്യൂവൽസ്, പിന്നെ ആറാമതായിട്ട് വരുന്നത് ക്ലോത്തിങ് ആൻഡ് ഷൂസ്, പിന്നെ ഏഴാമത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് ഫർണിച്ചേഴ്സ്, പിന്നെ എട്ടാമതായിട്ട് വരുന്നത് വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതിൽ എത്ര ശതമാനം വില ഇപ്പോൾ പണപ്പെരുപ്പം കാരണം, അതായത് ഇൻഫ്ലേഷൻ കാരണം, പണപ്പെരുപ്പം കാരണം എത്ര ശതമാനം, മൊത്തം ഒരു ആവറേജ് എത്ര ശതമാനം വിലയുടെ ശതമാനത്തിൽ മാറ്റം ഉണ്ടായെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് റിക്രിയേഷനിലാണ്. അപ്പോൾ അതിൽ യു കെയിൽ ഹോട്ടൽസ് ആൻഡ് മോട്ടൽസ്, അപ്പോൾ അതിൽ 5.3% വിലയിൽ വേരിയേഷൻ, ആവറേജ് വിലയിൽ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ഫുഡ് ആൻഡ് ടേക്ക് അവേ സർവീസസിൽ 4.4%, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് കഫേസിൽ 4.2%, പിന്നെ മ്യൂസിയംസിൽ 6.8%, സിനിമാസ്, തിയേറ്റേഴ്സ് ആൻഡ് കൺസേർട്സ് അതിൽ 3.0% ആണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അടുത്ത് രണ്ടാമതായിട്ട് അതർ റിക്രിയേഷണൽ ഐറ്റംസ് ആണ്. അതിൽ പ്രോഡക്ട്സ് ഫോർ പെറ്റ്സിൻ്റെ പ്രൊഡക്ട്സിന് വരുന്നത് 4.0%, ഗാർഡൻ പ്രോഡക്ട്സിൽ വരുന്നത് 3.2% ആണ്. പിന്നെ വെറ്റിനറി ആൻഡ് അതർ പെറ്റ് സർവീസസിൽ വരുന്നത് 8.1% പ്രൈസ് വേരിയേഷനാണ്. പിന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റിൽ വന്നത് 1.6%. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഫുഡിൽ വരുന്നത് അപ്പോൾ എഗ്ഗിൽ 1.7%, ബട്ടറിൽ 5.4%, പാസ്ത പ്രോഡക്ട്സ് ആൻഡ് കൗസ്കോസിൽ വന്നത് 2.8%, ബ്രെഡിൽ 1.0%, ഫ്രൂട്ടിൽ 3.7%. അപ്പോൾ ഇത് ആവറേജ് വിലയിലുള്ള വ്യത്യാസമാണ്, പണപ്പെരുപ്പം കാരണം വന്നതാണ്. ഇനി നാലാമതായിട്ടുള്ള ഇത് മെയിനായിട്ട് വന്നത് ഡ്രിങ്ക്സിൽ മിനറൽ ഓർ സ്പ്രിംഗ് വാട്ടേഴ്സിൽ 2.2% വ്യത്യാസം, കോഫിയിൽ 0.6% വ്യത്യാസമാണ്, ടീയിൽ 4.7%, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ജ്യൂസസിൽ 7.0%, വൈനിൽ 1.6%. പിന്നെ അഞ്ചാമതായിട്ട് വരുന്നത് ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് അതർ ഫ്യൂവൽസ്. അപ്പോൾ അതിൽ നല്ലൊരു വില വ്യത്യാസമാണ് ഗ്യാസിൽ വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഗ്യാസ് ശരിക്കും ഒരു വിൻ്റർ സമയത്തൊക്കെ ഗ്യാസിന് ശരിക്കും ഉപയോഗം വരും. കാരണം ആ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് റൂമും കാര്യങ്ങളെല്ലാം ചൂടാക്കി നിർത്തുന്നത്. അപ്പോൾ ഗ്യാസിന് 7.3% വിലയുടെ വ്യത്യാസം വരുന്നുണ്ട്. ആവറേജ് ഒരു കോസ്റ്റ് ഇൻക്രീസ് വന്നിട്ടുണ്ട് ഈ പണപ്പെരുപ്പം കാരണം, ഇൻഫ്ലേഷൻ കാരണം. അപ്പോൾ അടുത്തത് ഇലക്ട്രിസിറ്റിയിലും വന്നിട്ടുണ്ട് 6.3% വേരിയേഷൻ. പിന്നെ സോളിഡ് ഫ്യൂവൽസിൽ 1.5%. പിന്നെ ക്ലോത്തിങ് ആൻഡ് ഷൂസ്, അതിൽ ഗാർമെൻറ്റ്സ് ഫോർ മെന്നിന് 1.1%, ഗാർമെൻറ്റ്സ് ഫോർ ഇൻഫൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻ 0.1%, ഗാർമെൻറ്റ്സ് ഫോർ എ വുമൺ 3.2%, പിന്നെ ഫുട്വെയർ ഫോർ മെൻ 1.4%, ഫുഡ്വെയർ ഫോർ വുമൺ 1.7%. ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് ഫർണിച്ചർ ആണ് ഏഴാമതായിട്ടുള്ളത്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് ഫർണിച്ചർ. അപ്പോൾ അതിൽ ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസേഴ്സിന് 5.7%, കാർപ്പറ്റ്സ് ആൻഡ് റാക്സ് 1.0%, ഹൗസ് ഹോൾഡ് ഫർണിച്ചർ 0.5%, കുക്കേഴ്സ് 3.2%, ബെഡ് ലിനൻ 0.5%. എട്ടാമതായിട്ട് വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ടാണ്.
അപ്പോൾ അതിൽ ന്യൂ കാർസിന് 1.6% വേരിയേഷനാണ് വന്നിരിക്കുന്നത്. ബൈസിക്കിൾസിന് 1.4%. സെക്കൻഡ് ഹാൻഡ് കാർസിന് 3.2%. പിന്നെ കാറിൻ്റെ ഇതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഡീസലിൻ്റെ കാറാണെങ്കിൽ 14.2% വേരിയേഷൻ, പെട്രോളിൻ്റെ കാറാണെങ്കിൽ 13.6% വേരിയേഷൻ. അപ്പോൾ ഇതാണ് ഈ ഇൻഫ്ലേഷൻ കാരണം, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം കാരണം UK ഉള്ള സാധനങ്ങൾ ഇപ്പോൾ 8 ഐറ്റംസ് 8 കാറ്റഗറിയിൽ വന്ന കാര്യങ്ങളുടെ വ്യത്യാസമാണ്. അപ്പോൾ ആവറേജ് വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.